നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. നെഗറ്റീവ് മാർക്ക് പരീക്ഷയിൽ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാ? ചിന്നാർ വന്യജീവി സങ്കേതം. PSC എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അതും ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം റിപ്പീറ്റിംഗ് ചോദ്യം 1984. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാർ ആണ്. പാമ്പാർ. അപ്പോൾ കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ട മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 1984. ഇനി ഓപ്ഷൻ എ നെയ്യാർ. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നിലവിൽ വന്ന വർഷം 1958. പേപ്പാറ. പേപ്പാറ വന്യജീവി സങ്കേതം 1983 നിലവിൽ വന്നത്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇരവികുളം ദേശീയോദ്യാനമാണ്, വന്യജീവി സങ്കേതമല്ല. ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്? തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ്, OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി, LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഝാൻസി റാണി. ഝാൻസി റാണിയെ കുറിച്ചാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. ഇന്നലെ വരെ
ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് ആരുടെ വാക്കുകൾ? പ്രീവിയസ് ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇപ്രകാരം പറഞ്ഞത്. ഡോക്ടർ BR അംബേദ്കർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹൽ ആണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ ഒരു ദേശസ്നേഹിയാണ്. ഇത് പറഞ്ഞത് ആര്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഇപ്രകാരം പറഞ്ഞത്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി നിങ്ങളോടുള്ള ചോദ്യം താഴെ കമന്റ് ചെയ്യുക ഉത്തരം. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആര്? ഉത്തരം താഴെ കമന്റ് ചെയ്യുക. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണ്? ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വന്നത് എവിടെയാണ്? മൂന്നാറിലാണ്. മൂന്നാറിലാണ് കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചി. കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM നിലവിൽ വന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ വന്നത് എവിടെയാ? എറണാകുളം. എറണാകുളത്താണ് കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ATM നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളം. ഇപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്താലോ? ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ ഒരു ദേശസ്നേഹിയാണ്. ഇത് പറഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ് പറഞ്ഞത്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഝാൻസി റാണിയെ കുറിച്ചാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ബീഗം ഹസ്രത് മഹൽ. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇപ്രകാരം പറഞ്ഞത്. ഡോക്ടർ BR അംബേദ്കർ. ഇനി കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത് മൂന്നാർ. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM നിലവിൽ വന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യ മിൽക്ക് ATM നിലവിൽ വന്നത് എറണാകുളം. കേരളത്തിലെ ആദ്യ വാട്ടർ ATM നിലവിൽ വന്നത് മുതുകുളം, ആലപ്പുഴ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. നിങ്ങളോടുള്ള ചോദ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആര്? പഴശ്ശിരാജയാണ്. അടുത്ത ചോദ്യം. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? പുനം കൃഷിയാണ്. പുനം കൃഷി. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതിയാണ് പുനം കൃഷി. പുനം കൃഷി. അപ്പോൾ നെല്ല്, കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? മരുതം എന്ന പേരിൽ അറിയപ്പെടുന്നു. മരുതം. പാലൈ പ്രദേശത്ത് കാലിമോഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ഗോത്ര വിഭാഗമാണ് മറവർ. മറവർ. പുൽമേടുകളായിരുന്ന മുല്ലയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കന്നുകാലി വളർത്തലായിരുന്നു. കന്നുകാലി വളർത്തൽ. 5 തിണകളാണ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്നത്. ഈ തിണകളെ കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൾ ഏതാണ്? പഴന്തമിഴ് പാട്ടുകളാണ്. പഴന്തമിഴ് പാട്ടുകൾ. അപ്പോൾ സംഘകൃതികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകത്തെ ജനവാസയോഗ്യമായ 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവയാണ് തിണകൾ. ഈ 5 തിണകൾ ഏതെല്ലാമാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ്. കുറിഞ്ചി പർവ്വത പ്രദേശം, മുല്ലൈ കുന്ന് പുൽമേട്, പാലൈ മണൽ കലർന്ന പാഴ്പ്രദേശം, മരുതം വയൽ, നെയ്തൽ കടൽ തീരമാണ്. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു. ആരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്ത ദേശീയ നേതാവ് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. രാജാറാം മോഹൻ റോയ് മരണമടഞ്ഞ സ്ഥലം ഏത്? ബ്രിസ്റ്റൾ. ബ്രിസ്റ്റൾ ആണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം 1942 ഓഗസ്റ്റ് മാസം 8. ഓഗസ്റ്റ് മാസം 8. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ഏത്? 1905 ആണ്. 1905. ഡോക്ടർ അംബേദ്കർ 1956 സ്വീകരിച്ച മതം ഏതാണ്? ബുദ്ധമതം ആണ്. ബുദ്ധമതം. ഇനി
സബർമതിയിലെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? ഗാന്ധിജിയാണ്. സബർമതിയിലെ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം, ഡൽഹി സന്ധി എന്നറിയപ്പെടുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. 1931 ഒപ്പുവെച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാര്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. വിഷ്ണു ഭട്ട് ഗോഡ്സെ. അടുത്ത ചോദ്യം, ഗൗണ, നാഡി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏതാണ്? മീനച്ചിലാർ ആണ്. കവനാർ, വളഞ്ഞാർ, ഗൗണനാഡി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി മീനച്ചിലാർ. മീനച്ചിലാർ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന്. മീനച്ചിലാറിന്റെ പ്രധാന പോഷക നദികൾ പൂഞ്ഞാർ, ചിറ്റാർ, തീക്കോയി ആർ ഇതൊക്കെ മീനച്ചിലാറിന്റെ പ്രധാന പോഷക നദികളാണ്. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നദിയാണ് ഏത്? മീനച്ചിലാർ. നദികളും ഇവ അറിയപ്പെടുന്ന പേരുകളും ഒന്ന് നോക്കാം. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ട നദി ഏതാണ്? പെരിയാർ ആണ്. പെരിയാർ. തലയാർ എന്ന പേരിൽ അറിയപ്പെട്ടത് പാമ്പാറാണ്. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെട്ടത് ചാലിയാർ ആണ്. ചാലിയാർ. പയസ്വിനി പുഴ എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണ്? ചന്ദ്രഗിരി പുഴ. തേജസ്വിനി പുഴയോ കാര്യങ്കോട് പുഴയാണ്. കാര്യങ്കോട് പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. ചിറ്റൂർ പുഴ ഏതാണ്? കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴ. ദക്ഷിണ ഭാഗീരഥി, ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പമ്പയാണ്. പമ്പ. കേരളത്തിന്റെ ജീവരേഖ, ചൂർണി, പൂർണ്ണ, ആലുവാപ്പുഴ, കാലടിപ്പുഴ ഈ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാർ ആണ്. പെരിയാർ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് നിള, പേരാർ, ശോകനാശിനി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? ചാലിയാർ ആണ്. ചാലിയാർ. ഓക്കെ, ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. 1925 ഓഗസ്റ്റിൽ കക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ്? രാംപ്രസാദ് ബിസ്മിൽ ആണ്. രാംപ്രസാദ് ബിസ്മിൽ. ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വർഷം ഏത്? 1858. 1858 വിക്ടോറിയ രാജ്ഞിയുടെ മഹത്തായ വിളംബരത്തിലൂടെയാണ്. ഇനി അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ ആണ് സർ പദവി ഉപേക്ഷിച്ചത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ നീളം എത്ര? 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ ആണ്. പെരിയാർ. ഇനി 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം ഏത്? കൊച്ചി തുറമുഖമാണ്. കൊച്ചി തുറമുഖം. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം ഏത് പേരിൽ അറിയപ്പെടുന്നു? 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നു. അതിന് കാരണം എന്താ? കൊല്ലവർഷം 1099 നടന്നതുകൊണ്ടാണ് 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യരാണ്. ആരുടെ വാക്കുകൾ? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. വിധവകളുടെ പുനർവിവാഹത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. രാജാറാം മോഹൻ റോയ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും പോർച്ചുഗീസ് കോളനിയായി തുടർന്ന ഗോവയെ മോചിപ്പിക്കാനുള്ള സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ വിജയ് എന്നതാണ്. ഓപ്പറേഷൻ വിജയ്. അടുത്ത ചോദ്യം, ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപവത്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? തെലുങ്കാണ്. തെലുങ്ക്. അടുത്ത ചോദ്യം, 1925 മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ സെക്രട്ടറി PN ടാഗോർ എന്ന പേരിൽ അദ്ദേഹത്തോടൊപ്പം ജപ്പാനിലെത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ് ആയിരുന്നേ. റാഷ് ബിഹാരി ബോസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. ഓർക്കുക. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. ഗാന്ധിജി. സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്.
സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്, കൂടുതലും മുൻവർഷ ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് ക്ലാസ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.